ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ചേർന്ന് ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഗാ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് PMAY ലൈഫ് ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം, പാലിയേറ്റീവ് സംഗമം എന്നിവയും നടത്തി. മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര നടൻ ഗിന്നസ് പക്രു മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാനും അവസരം ഒരുക്കി തന്ന ഈ ക്യാമ്പിൻ്റെ മുഖ്യ സംഘാടകരിലൊരാളായ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ മന്ത്രി സജി ചെറിയാൻ സാറിനോട് ഞാനത്തെ ഹൃദയം പറഞ്ഞ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. വളരെ ചുരുങ്ങിയ പരിപാടികൾക്കാണ് അദ്ദേഹം എന്നെ അത്രയും സ്നേഹപൂർവ്വം വിളിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം നേരിട്ട് എൻ്റെ അടുത്ത് വരികയും ഇങ്ങനെ ഒരു ആരോഗ്യത്തിൻ്റെ മെഗാ ക്യാമ്പാണ് എന്നും ഇതിൽ വരാൻ സർവ്വതാ യോഗ്യൻ ആരോഗ്യമുള്ള അജയൻ തന്നെയാണ് എന്നും പറഞ്ഞാണ് അദ്ദേഹം വിളിച്ചത്. എന്തായാലും ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ കാരണം ഇത്തരം നല്ല സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വലിയ കാര്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N സുധാമണി അധ്യക്ഷയായി. ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെട്രോപൊളിറ്റൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G വിവേക, ജില്ലാ പഞ്ചായത്ത് അംഗം G കൃഷ്ണകുമാർ, ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് കുമാർ, പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് സുഭാഷ്, മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മനു, കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് സുരേഷ് മത്തായി, ഡോക്ടർ ഉമ്മൻ വർഗീസ്, സിബു വർഗീസ്, E ദിൽഷാദ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ 20-ലധികം വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ പങ്കെടുത്തു. 2000-ലധികം പേർ പരിശോധനയ്ക്ക് എത്തി. CD ന്യൂസ് മാവേലിക്കര.